സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും മുന്നറിയിപ്പുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി അൽഫിൾട്ട് ഡിസൂസ ചേരുകയാണ്. അൽഫിൾട്ട്, ശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യത അതാണല്ലേ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്? മഴ അത് തന്നെയാണ്. 14-ാം തീയതി വരെ ശക്തമായ, അതായത് അടുത്ത 5 ദിവസം വരെ ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അത് ശക്തമായ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇന്ന് 3 ജില്ലകളിലാണ്, അതായത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. നാളെ ആകുമ്പോൾ അത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി മാറുന്നു. അതിനുശേഷം ബുധനാഴ്ച മലബാറിലാണ്, അതായത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അതായത് ഇന്നും നാളെയും മധ്യ കേരളത്തിനും തെക്കൻ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 40 മുതൽ 60 കിലോമീറ്റർ വേഗത്തിൽ വരെ, അതായത് ശക്തമായ കാറ്റിനാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യബന്ധനത്തിൽ പോകുന്നവർക്കൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം, 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഗൾഫ് ഓഫ് മാന്നാറിനും ശ്രീലങ്കയ്ക്കും മുകളിലായി, തീരത്തിന് മുകളിലായി ഒരു ചക്രവാത ചുഴി ഇപ്പോഴും രൂപപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ സ്വാധീനത്താൽ അത് ന്യൂനമർദ്ദമായി മാറും. ന്യൂനമർദ്ദം വരികയാണെങ്കിൽ അത് ഈ സീസണിലെ ആദ്യത്തെ ന്യൂനമർദ്ദമാണ്. ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയായിരിക്കും, ശക്തമായ കാറ്റുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിലൊക്കെ തന്നെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ അലർട്ട്, യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും ഈ താഴ്ന്ന പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർക്കൊക്കെ തന്നെയും കൃത്യമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന മുന്നറിയിപ്പുകൾ അതേ രീതിയിൽ തന്നെ പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും ഭരണകൂടവും ഒക്കെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അൻഫിൾട്ടാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്.